വിശുദ്ധ ഹൊസാന ആന്ത്രേസി സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥയായ വിശുദ്ധ ഹൊസാന ആന്ത്രേസി 1449 ജാനുവരി 17 ഇറ്റലിയിലെ കുലീനമായ ഒരു കുടുംബത്തിൽ നിക്കോളസ് ആഗ്നസ് ദമ്പതികളുടെ മകളായി ജനിച്ചു. 5 വയസ്സുള്ളപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ ദർശനമുണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഹൊസാനയുടെ ബാല്യകാല കൂട്ടുകാർ മാലാഖമാരായിരുന്നു. അവളുടെ സ്വപ്നങ്ങളിൽ മാലാഖമാരും സ്വർഗവും എന്നും ആവർത്തിച്ചു വന്നുകൊണ്ടിരുന്നു. തന്റെ ജീവിതം യേശുവിന് വേണ്ടി നീക്കിവെക്കുമെന്ന് ശപഥം ചെയ്തിരുന്ന ഹൊസാനയ്ക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ മാതാപിതാക്കൾ അവളെ വിവാഹ ജീവിതത്തിന് നിർബന്ധിച്ചു. ഹൊസാന ആകട്ടെ തന്റെ ശപഥത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഡൊമിനേഷ്യൻ സന്യാസ സഭയിൽ ചേരുകയും ചെയ്തു. എന്നാൽ മാതാപിതാക്കളുടെ പെട്ടെന്നുള്ള മരണം മൂലം തന്റെ ഇളയ സഹോദരങ്ങളെ പോറ്റേണ്ട ചുമതല വന്നതിനാൽ ഹൊസാനയ്ക്ക് വ്രതവാഗ്ദാനം നടത്താൻ സാധിച്ചില്ല. അതൊന്നും ഹൊസാനയെ തളർത്തിയില്ല. അവൾ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തന്റെ ജോലികൾക്കിടയിലും അവൾ യേശുവുമായി സംസാരിക്കുമായിരുന്നു. ഒരിക്കൽ യേശു കുരിശും ചുമന്നുകൊണ്ട് നീങ്ങുന്ന ദർശനം അവൾക്കുണ്ടായി. യേശുവുമായി സംസാരിക്കുമ്പോഴെല്ലാം അവൾ ബോധം മറന്ന് മറ്റൊരു ലോകത്തെത്തുമായിരുന്നു. യേശുവിന് സമാനമായ 5 തിരുമുറിവുകൾ അവളുടെ ദേഹത്തുണ്ടായി. പാവങ്ങളെ സഹായിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവൾ സമയം കണ്ടെത്തിയിരുന്നു. എന്നാൽ രോഗങ്ങൾ മൂർധന്യ അവസ്ഥയിലെത്തിയതോടെ തന്റെ ജീവിതം പൂർണ്ണമായി യേശുവിന് സമർപ്പിച്ച് ഈ വിശുദ്ധ 1505 ജൂൺ 18 സ്വർഗത്തിലേക്ക് യാത്രയായി.